ഉൾപ്പെടെയുള്ള ആളുകൾ, ടൊവിനോ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു വിധത്തിലും അദ്ദേഹത്തിലേക്ക് കോളുകൾ എത്തിയില്ല, അതായത് ഹരീഷ് കണാറിലേക്ക് വിളിച്ചിട്ട് കോളുകൾ എത്തിയില്ല എന്നാണ് ഹരീഷ് കണാരനും ഈ ഇവർക്കും ഇടയിലുള്ള മധ്യസ്ഥനായിട്ടുള്ള ഒരാൾ പറഞ്ഞതെന്നും അത് പിന്നീട് ബാദുഷയാണെന്നും ഹരീഷ് കണാരൻ അവകാശപ്പെടുകയാണല്ലോ ചെയ്തത്. അപ്പോൾ ഇതെന്താ ഒരു ഇതിലൊരു ഫാക്ച്വലായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഡയറക്ടറോട് ചോദിക്കാം. ടൊവിനോക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല, ടൊവിനോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അവർ പറയട്ടെ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ. ഞാൻ ഹരീഷ് കണാറിന്റെയും മറ്റു വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്ത് തന്ന ഒരാളാണ്. അത് ഏകദേശം 5 വർഷക്കാലം മുകളിലെല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിരുന്നത് ഞാനാണ്. അപ്പൊ അതിന് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ, അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് പൈസ കണക്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്നൊരു സമയമാണ് ആ കാലഘട്ടം. പക്ഷെ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കുന്നത് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് 3 പേരോട് പൈസ ആവശ്യപ്പെടുകയും അതിൽ ആദ്യത്തെ മറ്റു 2 ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞ പോലെ തന്നെ 20 ലക്ഷം രൂപ ചോദിക്കുകയും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് വെറുതെ എനിക്ക് തിരിച്ചു തരണ്ട, കാര്യം ഇത് ബാധിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നതല്ലേ, നിങ്ങളൊരു നല്ല കാര്യത്തിലല്ലേ, അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ 2 പേരും എനിക്ക് തന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപ തന്നു. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണിത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് വന്ന പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം എന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് നോക്കിയിട്ട് വേണം അയാൾ ഉന്നയിക്കാനായിട്ട്. അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് അദ്ദേഹം 10 ലക്ഷം രൂപ ആദ്യം തരികയും 1 മാസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പുള്ളിക്ക് പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ ഒരു കാശ് തിരിച്ചു ചോദിച്ചുള്ളൂ. അന്ന് ഞാൻ പുള്ളിയുടെ പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും നിവൃത്തിയില്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ 2 പടം ഫ്ലോപ്പായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഷിപ്പ് എന്തെങ്കിലും ഉണ്ടാവില്ല, എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ തരാം. അപ്പോൾ പുള്ളി തന്നെ പറയും, എനിക്ക് അതൊന്നും കുഴപ്പമില്ല, എനിക്ക് സിനിമ ഒന്ന് പിടിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പടത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരും എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ 20 ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളപ്പാണ് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബോധ്യമാകും. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു, അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളുണ്ട്. ഏകദേശം 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അയാൾ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത് സിനിമകളുടെയും ലിസ്റ്റാണ്. ഏകദേശം 72 സിനിമകളുണ്ട്. ഈ 72 സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ശമ്പളങ്ങൾ തരണം അയാളോട് ചോദിക്കൂ. അയാൾ ബാദുഷാക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 100 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ, സന്തോഷത്തോടുകൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു. നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ. ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്കുണ്ടല്ലോ. നമ്മൾ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റുള്ള 2 ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കാര്യം പോലും പുള്ളി ഇങ്ങോട്ട് കാണിച്ചില്ല. 1 രൂപ പോലും എനിക്ക് പണിയെടുത്തെന്ന് തന്നിട്ടില്ല. 5 വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു. 5 വർഷം അയാൾക്ക് വേണ്ടി 72 സിനിമകൾ ഞാൻ അയാൾക്ക് കൂടെ വർക്ക് ചെയ്തു. പണിയെടുത്ത അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക. അതുപോലെ പുള്ളിയുടെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട്, പുള്ളിയുടെ ജീവിതത്തിൽ ഒരു അടുക്കവും ചിട്ടമൊക്കെ വന്നത് ബാലക്ക കൂടെ വന്നതിന് ശേഷമാണെന്ന് അയാൾ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിലൊരു അവസരം റെഡിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഏകദേശം ഒരു 5 വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല. ഞാൻ പ്രൊഡക്ഷൻ സൈഡിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനിടയിൽ അങ്ങനെ വർക്ക് ചെയ്ത 3 സിനിമകൾ ഇതൊക്കെയുള്ളൂ. ഒന്ന് ഈ ARM-ഉം അതിൽ അദ്ദേഹത്തിനെ വിളിച്ചാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ, ഹരീഷ് കലാറിൻ്റെ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കാം. അവർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഹരീഷിന് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ അവരോട് ആവശ്യപ്പെടുകയും
എൻ്റെ ആവശ്യാനുസരണം അവരെ ഹരീഷ് കണാറിൻ്റെ ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ പറയുന്ന ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല. കാര്യം ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാമുമായിട്ട് ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വിളിച്ചു ഇന്ന പോലെ അങ്ങനെ സംഭവം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വന്നിട്ട് എൻ്റെ സമയത്ത് ഇത് ഷൂട്ട് ചെയ്താൽ മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് വേറെ ആൾ വെച്ചപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത്? പെട്ടെന്ന് ഈ ഹരീഷ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് എനിക്കതിനെ പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ചേതോവികാരം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ കുറേ നാളായാലും പുള്ളിയുടെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചുവരവാണെങ്കിൽ പുള്ളിനെ ഒന്ന് ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയതായി കൊടുക്കുന്നുണ്ട്. ഈ അമ്മയ്ക്ക് പരാതി കൊടുത്ത ശേഷമാണ് ഇങ്ങനെ സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പുള്ളി അറിയുന്നത്. ഈ പറഞ്ഞ സിനിമയിൽ ചാൻസ് ആക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ പരാതിക്ക് മുൻപാണോ ശേഷമാണോ? ഏതൊരു സിനിമയിൽ താങ്കൾ ഇടപെട്ട് ചാൻസ് കൊടുത്തു, അത് നടന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആരോപണം ഉന്നയിക്കുന്നതിന് 1 മാസം മുമ്പാണ് ഞാൻ ഇദ്ദേഹത്തിന് ഈ പടത്തിൽ വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിന് പോയി ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഹരീഷ് കണാറിന് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 7 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെയല്ലേ? അത് 20 ലക്ഷം എന്നുള്ളതാണ് അവർ പറയുന്ന കണക്ക്. താങ്കൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ഈ 7 കൊടുക്കാൻ ഇപ്പോൾ നിവൃത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിവൃത്തിയില്ല എന്നല്ല, ഇത് ഞാനിപ്പോൾ പുള്ളിക്കെതിരെ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കുകയാണ്. നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും തീരുമാനം. കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് തരാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ കോളേജിൽ പോയിട്ടില്ല. ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത്. കാര്യം പിള്ളേരുടെ ഭാവി പോലും അവതാളത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുണ്ട്. ഈ മകൾക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായല്ലോ, മകൾ ഉൾപ്പെടെ പ്രതികരിക്കുകയുണ്ടായല്ലോ, അതിനെന്തെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ? തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മുടെ സൈബർ ആക്രമണം നടത്തി എൻ്റെ മോളുടെ പേജിൽ കയറി ആക്രമണം നടത്തി എല്ലാവർക്കും അതേ പരാതി സൈബർ ജെല്ലി അതെല്ലാം നീങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. ഈ അടുത്ത് ധർമ്മജൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ധർമ്മജന്റെ കയ്യിൽ നിന്നും ഈ രീതിയിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ടായിരുന്നു. ധർമ്മജൻ ഇരുന്നുകൊണ്ട് ഹരീഷ് കണാറിനായിട്ട് ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ 3 പേരും ചർച്ച നടത്തി ഏറെക്കുറെ തീരുമാനമാക്കുകയും ചെയ്തിരുന്നു. പിന്നെയാണ് കാര്യങ്ങൾ പ്രശ്നമായിരുന്നത്. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് 3 പേർക്കും കൂടെ ഇരുന്ന് സെറ്റിൽമെന്റ് ആക്കാമെന്നാണ് ഹരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ. അല്ലാതെ ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്നല്ല ധർമ്മജൻ പറഞ്ഞു. ശരിക്കും കേൾക്കുന്നു. അപ്പൊ ഈ ധർമ്മജന്റെ കയ്യിൽ നിന്നും ഈ പണമിടപാട് നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ആ ഡേറ്റ് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ, അപ്പൊ അതൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തല്ലേ, അതുകൊണ്ട് നിങ്ങളത് വെച്ചോ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞേക്കും. ഇദ്ദേഹം മാത്രമാണ് ഒന്നും പറയാത്തത്. എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഹരീഷ് കണാറിനെ പോലെ ഒരാൾ പെട്ടെന്ന് വന്ന് താങ്കൾ 20 ലക്ഷം രണ്ടുപേരും സജീവമായി തന്നെ സിനിമയിൽ നിൽക്കുന്ന ഒരാൾക്കാർ അല്ല, ഇപ്പൊ ഒരു ഔട്ടായി പോയ ആളുകളല്ല, എന്നിട്ടും ഇത്ര വലിയൊരു തുകയെ പറ്റി 20 ലക്ഷത്തിന് വേണ്ടിയിട്ട് താങ്കളെ മോശക്കാരനാക്കാൻ ഹരീഷിന് ശ്രമിക്കേണ്ട ഒരു സാഹചര്യം അവസ്ഥയുണ്ടോ? എന്ത് സംഭവിച്ചു? ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? എന്താ അതിൽ സംഭവിച്ചത്? എന്തോ ഒരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും എന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എന്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം. അതിനുശേഷം ഹരീഷുമായിട്ട് സംസാരിച്ചു? ഇതുവരെ സംസാരിച്ചില്ല. പക്ഷെ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിന്റെ അന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു അതൊക്കെ അതിനെ വിളിച്ചിരുന്നു, പൈസ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷിന്റെ ഫോണിലോട്ട് വിളിച്ചു. ഹരീഷ് ഫോൺ എടുത്തില്ല. സന്ധ്യനെ വിളിച്ചു. കാര്യം സന്ധ്യ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്ര നല്ല അടുത്ത ബന്ധങ്ങളൊക്കെ ആയിരുന്ന ആൾക്കാരാണ്, കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ്. സന്ധ്യനെ വിളിച്ചു. സന്ധ്യ ഫോൺ എടുത്തില്ല. സന്ധ്യയ്ക്ക് മെസ്സേജ് ഇട്ടു, ഞാനാണ് ഫോൺ എടുക്കുമെന്ന് ചോദിച്ചു, എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ നിർമ്മലിനെ വിളിച്ചു. നിർമ്മൽ ഫോൺ എടുത്തു. കുറേ നേരം അവനെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധിക്കുക എന്നൊക്കെ പറഞ്ഞു. നിർമ്മലും അങ്ങനെ കുറേ നേരം സംസാരിച്ചു. അടുത്ത ദിവസം നിർമ്മൽ സിനിമയുടെ ഇന്റർവ്യൂവിൽ കയറി നിന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായി. ഹരീഷ് കനാറിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് കനാറിന്റെ സ്വഭാവം കൊണ്ടാണ്. ഹരീഷ് കനാറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് കനാറിന്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സെറ്റിലും അയാളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞപ്പോഴും സിനിമയിൽ നിൽക്കില്ല. ഒരേ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട്. പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും, ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഈ അടുത്ത് നിഖില ഒരു അഭിമുഖത്തിൽ അവർക്ക് ഒരു പ്രൊഡ്യൂസർ കുറച്ചധികം പണം കൊടുക്കാനുള്ളപ്പം ആ നിർമ്മാത ഒരു വീട് പണിയാണെങ്കിൽ എനിക്കൊരു മുറി മാറ്റി വെച്ചാൽ മതി, ഞാൻ അവിടെ നിന്ന് താമസിച്ചോളാം എന്നൊക്കെ തമാശ വേണം പറയും. അതിനടിയിലും ഒരുപാട് പേര് ബാദുഷാ എന്നുള്ള പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇത് ബാധിക്കുമല്ലോ. നിഖിലാവുമ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞു. ഞാനിപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊന്നും നിഖിലാവിൽ അഭിനയിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിനെതിരെ എന്ത് ചെയ്യാനാ? ഈ സംഭവം ശ്രദ്ധയപ്പെട്ടിരുന്നു. ഇല്ല, ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു എന്ന് പറയാം. അതൊക്കെ തമാശ രീതിയിലാണ് ആ കുട്ടി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഈ ശത്രുതയുടെ പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത്? ഇപ്പോൾ ഹരീഷ് കണാരൻ ഇങ്ങനെ പറയുന്നു, അതിനുശേഷം നിർമ്മൽ പലരെ ആദ്യം സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് കളിയാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇത്രയും ശത്രുത വരാൻ എന്തായിരിക്കും കാര്യം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്തിനാണ് ഇവരെ കാണിച്ചേക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ഒരുപാട് പേര് വിളിച്ചായിരുന്നു. അമ്മയിൽ നോക്കി ഒരുപാട് പേര്. കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണാറിനൊക്കെ വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന്. മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. ആ ഒരു സമയത്ത് ഇവരൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് അവർ എൻ്റെ അടുത്ത് ആവശ്യം. ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയാണല്ല, എന്നെ തേടി ഇങ്ങോട്ട് വന്നാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ അയാളോട്ട് ഇപ്പോഴും വിളക്കൊന്നുമില്ല. ഇനി നാളെ ഏതൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു അവസരം വന്നാൽ അയക്കാൻ മേടിച്ചു കൊടുക്കും. എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല. എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. നാളെ അയാൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും നാളെ ഒരു പടത്തിലൊരു വേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ വിളിച്ചു കൊടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹരീഷ് കണാരൻ ഇടവേള ബാബുവിന്റെ അടുത്ത് പരാതിപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അമ്മയിലും പരാതിപ്പെട്ടു. അങ്ങനെ സംഘടനാപരമായി എന്തെങ്കിലും ചർച്ചയ്ക്ക്? സംഘടനാപരമായി അതായത് അന്ന് ഈ കുറേ നാൾ മുമ്പ് ഇടവേള ബാബു ചേട്ടനെ പുള്ളി വിളിച്ച് പറയായിരുന്നു. അന്ന് എന്നെ ബാബുചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ബാബുചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ ഇത്ര പൈസ ഒന്നും കൊടുക്കാനോ വെച്ചിട്ട് എനിക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കണം. പുള്ളിയിരിക്കുന്ന ഞാൻ ചെറിയ പൈസ ഒക്കെ കൊടുക്കാനുള്ളൂ. അതെപ്പോൾ ഏതായാലും നമ്മൾ നിർത്തില്ല. അപ്പം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇന്നലെ ബാബുചേട്ടനോട് അന്ന് പറഞ്ഞത്. ബാബുചേട്ടനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ എന്നെ ആരും ചർച്ചയ്ക്കൊന്നും വിളിക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് ഹരീഷ് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ അല്ല താങ്കളുടെ പേര്. പലതവണ അത് പറയാതെ താങ്കളെ ബന്ധപ്പെടാനും ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാനും ശ്രമിച്ചു. പക്ഷെ താങ്കൾ ഫോൺ എടുക്കുകയോ അങ്ങനെ ഒരു ഇടപെടലിലും നിൽക്കാത്തത് കൊണ്ട് അവസാനം ഗതികെട്ട് താങ്കളുടെ പേര് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പുള്ളി ഓസ്ട്രേലിയൻ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴൊന്നും പൈസയുടെ കാര്യം പറയുന്നില്ല, സംസാരിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്നോട് പുള്ളി ചോദിച്ചിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ ഒന്നും എനിക്ക് വിഷയമൊന്നുമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചാൽ വാങ്ങിക്കാതെ എന്നോട് പറഞ്ഞു. പിന്നെ ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം ഒഴിവാക്കും. കാര്യം ആ സമയത്ത് പുള്ളിയുടെ വരുന്ന വർത്തനൊക്കെ വേറെ. ഈ സെറ്റിൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ്? അതായത് ടൈം വൈകുന്നു അങ്ങനെയാണോ? സമയം വൈകി വരിക. പിന്നെ പ്രൊമോഷൻസിന് വലിയ പടങ്ങളാണെങ്കിൽ പുള്ളി പോകും, ചെറിയ പടങ്ങളുടെ പ്രൊമോഷൻസിന് പോവില്ല. ലാസ്റ്റ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെയൊക്കെ കൊണ്ടുവന്ന ഒരു ഡയറക്ടർ ഉണ്ട്, രാജീവ് എന്ന പുള്ളിയുടെ പേര്.
പുള്ളി ഒരു 3 വർഷം മുമ്പ് ഞങ്ങളൊരു കനാരോണം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് നടക്കുവാണ്. ഒരു ദിവസം രാവിലെ മുതൽ ഇയാളെ കാത്ത് കംപ്ലീറ്റ് ഞാൻ എറണാകുളത്താണ്. അവിടെ ഞാൻ ആസാദ് എന്ന് പറഞ്ഞ കൺട്രോളറെ നിർത്തിയത്. ഏകദേശം രാവിലെ മുതൽ ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷൻ വെയിറ്റിംഗ് ആണ് ഇയാൾ വരാൻ വേണ്ടി. അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്ന് ഉറങ്ങും. അന്നത്തെ ദിവസം ആ ഷൂട്ടിംഗ് മുടങ്ങി. ഞാൻ എറണാകുളത്ത് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു. പ്രൊഡ്യൂസറൊക്കെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാൻ ഓടി അവിടെ ചെന്ന് അടുത്ത ദിവസം പോലെ അയാളെ അയ്യാലും വിളിച്ചിട്ട് അവിടെ നിന്നാണ് ജീവിച്ചത്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾ കാരണം ഉണ്ടായിരുന്നു. പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂളായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് അയാൾ ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ട് മധുരക്കണക്ക്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്നെയും ചീത്തയിലും പറഞ്ഞത്. അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ട് അയാൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ അയക്കുന്നത്. ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നോട് മാത്രം പറഞ്ഞാൽ ഞാൻ കളവ് പറയായിട്ടുമില്ല. അത്രയും 17 പേർ മുമ്പിൽ നിന്നിട്ട് അയാൾ പറഞ്ഞു. അപ്പം സ്വന്തം കയ്യിരിക്കൊണ്ടാണ് അയാളുടെ അവസരങ്ങളായിട്ട് നഷ്ടപ്പെട്ടത്. അയാൾക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല. കഴിവുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ കയറി പോക്കും അല്ലേ? അല്ല ഞാൻ സമയമില്ല. ഏതായാലും എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. എൻ്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിൻ്റെ പേപ്പറെല്ലാം അയക്കുന്നു. അതെ പുള്ളി എന്നെ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് നോക്കാൻ പറയും. ഞാനിവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് പരിശോധിക്കാം. എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. ആദ്യം ഒരു 10 ലക്ഷം രൂപ വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ വന്നു. ആ 4 ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ പല പ്രാവശ്യമായിട്ട് 3 ലക്ഷം രൂപ പുള്ളി എന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളിയുടെ വൈഫിൻ്റെ അക്കൗണ്ടിലോട്ട് പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസ ഇട്ട് കൊടുത്തത്. എവിടെ ഒതുക്കാനാണ്? നമ്മളെങ്കിൽ എന്തൊതുക്കാൻ ഇപ്പൊ തന്നെ ഒതുക്കിയിരിക്കുക. ഇനി പ്രത്യേകിച്ച് ആരും വിചാരിച്ചാലും ഒതുക്കാനൊന്നും പറ്റില്ലല്ലേ? സിനിമയല്ലേ, എപ്പോഴും താഴ്ച ഉണ്ടാവും കയറ്റവും ഉണ്ടാവും. ഇപ്പൊ ഒന്ന് താഴ്ന്നാ നിൽക്കണം, പക്ഷേ കയറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം സിനിമയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ ബാദുഷ എന്തെങ്കിലും ആയേക്കുന്നത്. ഈ സിനിമയിൽ തന്നെ ബാദുഷ അതെല്ലാം തിരിച്ചു പിടിക്കും. സിനിമയിൽ തന്നെ ബാദുഷ ഉണ്ടാവും. ഈ റേച്ചൽ എന്ന സിനിമയുടെ റിലീസ് പല ആവർത്തി മാറ്റി വയ്ക്കാനുള്ള കാരണത്തിനുമില്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ? സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലമുക്കി വരുന്നത്. അതിൻ്റെ പിന്നിലും എന്തൊക്കെയോ കളികളുണ്ട്. അറിയാലോ, എന്നിട്ട് ആ പടത്തിൻ്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായത്. അന്ന് നിന്ന് പോയതാണ്. ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ 2 ആഴ്ചക്കുള്ളിൽ പടം റിലീസ് ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ പ്രസ്താവന വന്നത് രീതിയിൽ നല്ലോണം ബാധിച്ചു. ഇങ്ങനൊരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഇപ്പൊ അദ്ദേഹം അമ്മയുടെ സംഘടനയിൽ ആണല്ലോ പരാതി ഉന്നയിച്ചത്. താങ്കൾക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ള ആ വഴിക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും പരാതി എടുക്കില്ല. അത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത കാശങ്ങാട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും. ഫെഫ്കയിൽ എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് കൊടുക്കും. പക്ഷെ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിക ഫെഫ്കയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൽ അർത്ഥം. ഈ 5 വർഷ കാലയളവിൽ ഒരു തവണ പോലും കൃത്യമായ ശമ്പളത്തെ പറ്റിയോ അല്ലെങ്കിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടുള്ള 1 രൂപ പോലും എനിക്ക് തന്നിട്ടുണ്ട്. അല്ല, സാറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ ശ്രമം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അത് സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കിയല്ലോ ഇത്ര നാളും പണിയെടുത്തല്ലേ, അപ്പൊ അയാൾക്ക് കൊടുത്തേക്കാം. മറ്റവർ രണ്ടുപേരും അങ്ങനെയല്ല ചെയ്തത്. അപ്പൊ ഒരു മര്യാദയുടെ പുറത്ത് ശമ്പളമായി ഇത് കരുതുമെന്ന് വിചാരിച്ചു എന്നാണോ? അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കരുതി. ഡിസ്കഷൻ ഒന്നും ഉണ്ടായി. പക്ഷെ ഞാൻ ഇവിടെ എന്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ട്, അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല. ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരാളെ ജോലി എടുക്കുമ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരു 20 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് തന്നോളാട്ടോ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നു. പക്ഷെ പുള്ളി 20 തന്നിട്ട് പുള്ളി എനിക്ക് 10 രൂപ തന്നു. മറ്റവരോട് ഞാൻ തിരിച്ചു തന്നോളാന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് ഭാഗത്ത് എനിക്ക് തിരിച്ചു തരണം, നിങ്ങൾ ഇത്രയും കാര്യം എനിക്ക് വേണ്ടി പണിയെടുത്തത്, ഇത് നിങ്ങൾ വെച്ചോണ്ടാണ്, നല്ല കാര്യത്തിനല്ലേ എന്ന് വെച്ചോണ്ടാ പറഞ്ഞു.
നിഖിലയുടെ ഇതിന് മറുപടി ഇല്ല അല്ലേ? നിഖില താങ്കളുടെ പേര് സജീവമായിട്ട് തന്നെ ആ വിഷയത്തിൽ അതിപ്പോ എന്താ ഇപ്പൊ ഏത് കമന്റ് എന്ത് വന്നാലും ആര് വന്നാലും ഒരു കമന്റ് എനിക്ക് വേണ്ടത് എന്റെ പേരുണ്ടാവും. സിനിമ ബന്ധപ്പെട്ട് എന്ത് വന്നാലും എന്റെ കയ്യിൽ എന്റെ പേര് ഏതായാലും ഉറപ്പായിട്ടും താങ്കൾ നിഖിലയോട് 4 സിനിമയോളം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആ പേര് വരുന്നത്. ഞാൻ വർക്ക് ചെയ്തു. നിഖിലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. പ്രൊഡ്യൂസർ അല്ലല്ലോ സിനിമ. പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ഈ ഹരീഷ് പറയുന്ന മറ്റൊരു ആരോപണമുണ്ട്, പലതവണയായി പല കാര്യങ്ങൾക്കുള്ള സംഭാവനയായിട്ടും പല സത്പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കെന്നൊക്കെ പറഞ്ഞ് സാറ് അദ്ദേഹത്തിൽ നിന്ന് പണം കൈമാറിയെന്നും അത് ബാദുഷയ്ക്ക് ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, അതായത് അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ ബാദുഷ പണം കണ്ടെത്തണമായിരുന്നു, അല്ലാതെ ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ചല്ല ഡോക്ടറേറ്റ് വാങ്ങേണ്ടത് എന്നുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അതിനെപ്പറ്റി എന്താ പ്രതികരിക്കാനുള്ളത്? ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് എറണാകുളം ജില്ലയിൽ പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും 2 നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങളെല്ലാവരും കൂടി തുടങ്ങിയായിരുന്നു. അത് എല്ലാവരുടെയും സഹായം അതിനകത്തുണ്ടായിരുന്നു. ഇതിപ്പോൾ പൈസ കൊടുക്കാൻ നമുക്ക് പറ്റും, ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ട്. അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലകളിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഹരീഷ് കണാരൻ തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും. കാര്യം നമ്മളന്ന് ആഹാരം മേടിച്ചു കൊടുത്തതല്ലേ, ഇവരുടെ പൈസ കൊടുത്ത ആഹാരം മേടിച്ചതെങ്കിൽ ഇപ്പോൾ അവർക്ക് പിടിക്കില്ല. അയാൾ ഈ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ കാശ് മേടിച്ച് വിദ്യാഭ്യാസത്തിന് കൊടുത്ത പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് മരുന്ന് മേടിച്ചു കൊടുത്തവർക്ക് ബലം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ മേടിച്ചു. ഇവിടെ നമ്മുടെ കൃത്യമായ കണക്കുകളുണ്ട്, ആരൊക്കെ തന്നു, എങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ള കൃത്യമായ കണക്കുണ്ട്. ഞാനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് അന്നത്തെ ആവശ്യങ്ങൾക്ക്. അതൊക്കെ നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് ആ ഒരു ആവശ്യത്തിന്. അതിവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യം. ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ ആ സമയത്ത് ആഹാരം കഴിച്ചതാണ്. അത് എല്ലാവരും സഹായം കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒത്തിരി ഇയാളെ ഒന്നും സഹായം കൈപ്പറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നില്ല. ഏതായാലും ആ പൈസ എത്രയും നോക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അതിന്റെ രേഖകളും കയ്യിലുണ്ട്. എല്ലാവരും